ആർക്കും സങ്കല്പിക്കാനാവാത്ത ഒരു മഹാവിപത്തിന്റെ മുനമ്പിലാണ് ലോകമിന്ന് നിൽക്കുന്നത്. ഇറാൻ പ്രതിസന്ധി ഒരു ആണവ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ നിമിഷ നേരം കൊണ്ട് ഭൂമി ഒരു അഗ്നിഗോളമായി മാറിയേക്കാം. കോടിക്കണക്കിന് മനുഷ്യർ ചാരമായി മാറുമ്പോഴും ലോകത്തെ നിയന്ത്രിക്കുന്ന ആ ഒരേ ഒരാൾ മാത്രം സുരക്ഷിതനായിരിക്കും. അതെ, ഡൊണാൾഡ് ട്രംപിനു വേണ്ടി അമേരിക്കയുടെ മണ്ണിൽ പാതാളത്തിനടിയിൽ അത്യാധുനിക നഗരങ്ങൾ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഭരണകൂടത്തെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കണ്ടിന്യൂയിറ്റി ഓഫ് ഓപ്പറേഷൻസ് പ്ലാൻ അഥവാ COOP എന്ന അന്ത്യദിന പദ്ധതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിർജീനിയയിലെയും കൊളറാഡോയിലെയും കൂറ്റൻ മലനിരകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യ ബങ്കറുകൾക്കുള്ളിലിരുന്ന് ട്രംപ് ലോകത്തെ നയിക്കുമെന്നാണ് വാർത്തകൾ പറയുന്നത്. അമേരിക്കയുടെ ആ പാതാള കൊട്ടാരങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ചൂഴ്ന്നിറങ്ങാം. ഇറാനെതിരായ യുദ്ധം ഒരു ആണവ യുദ്ധമായി മാറുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാൻ ട്രംപിന്റെ കൈവശമുണ്ട്. ലോകം അന്ത്യരംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ട്രംപ് അമേരിക്കയിലെ 3 അതീവ സുരക്ഷിതമായ ബങ്കറുകളിൽ ഒന്നിനുള്ളിൽ സുരക്ഷിതനായിരിക്കും. ശീതയുദ്ധകാലത്ത് കൊളറാഡോ, പെൻസിൽവാനിയ, വിർജീനിയ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച ഈ ബങ്കറുകൾ ഏതു വലിയ ആണവാക്രമണത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില ഉപദേശകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമായിരിക്കും ട്രംപിനൊപ്പം ഈ പാതാള ലോകത്തേക്ക് പ്രവേശനമുണ്ടാവുക. ലോകം തകർന്നാലും ദേശീയ പ്രതിരോധം, സാമ്പത്തിക സ്ഥിരത, പൊതുസുരക്ഷ തുടങ്ങിയ നിർണായക സർക്കാർ പ്രവർത്തനങ്ങൾ ഈ ഉറപ്പുള്ള ബങ്കറുകളിൽ നിന്ന് അദ്ദേഹം ഉറപ്പാക്കും. ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താവളമാണ് വിർജീനിയയിലെ മൗണ്ട് വെതർ എമർജൻസി ഓപ്പറേഷൻ സെന്റർ. 1979 മുതൽ ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി കൈകാര്യം ചെയ്യുന്ന ഈ കേന്ദ്രം 1959 US സൈന്യമാണ് സ്ഥാപിച്ചത്. ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ ട്രംപിന് പോകാൻ കഴിയുന്ന ആദ്യത്തെ സുരക്ഷിത താവളം കൂടിയാണിത്. കേവലം ഒരു ഒളിത്താവളം എന്നതിലുപരി ലോകത്തെ ഏത് കോണിലേക്കും ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഹൈടെക് ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാണ്. US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പറയുന്നതനുസരിച്ച് പ്രസിഡന്റിന് വിശ്വസനീയമായ പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന ക്ലാസിഫൈഡ് പ്രോഗ്രാമുകൾക്കുള്ള കമാൻഡ് സെന്ററാണിത്. ഇവിടുത്തെ അതീവ രഹസ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിതമായിരുന്ന യുദ്ധം നിയന്ത്രിക്കാൻ ട്രംപിന് സാധിക്കും. മറ്റൊരു പ്രധാന കേന്ദ്രം പെൻസിൽവാനിയയിലെ റാവൻ റോക്ക് മൗണ്ടൻ കോംപ്ലക്സ് ആണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ അവശ്യ പ്രവർത്തനങ്ങൾക്കുള്ള സുരക്ഷിത കേന്ദ്രമാണ്. യുദ്ധമുണ്ടായാൽ സൈനിക കമാൻഡ് ഹബ്ബായി മാറുന്ന ഈ ബങ്കർ യുദ്ധ സെക്രട്ടറിയുടെ ഇതര ആസ്ഥാനമായാണ് പ്രവർത്തിക്കുക. ഈ രഹസ്യ സൗകര്യം എപ്പോഴും പ്രവർത്തന സജ്ജമാക്കി നിലനിർത്താൻ ട്രംപ് ഭരണകൂടം ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചിലവാക്കുന്നത്. ഏത് നിമിഷവും അന്ത്യദിന പ്രഖ്യാപനം വന്നാലും അമേരിക്കൻ സൈന്യത്തെ നയിക്കാൻ ഈ മലനിരകൾക്കുള്ളിലെ കമാൻഡ് സെന്റർ സജ്ജമായിരിക്കും. കൊളറാഡോയിലെ ചെയ്യൻ മൗണ്ടൻ കോംപ്ലക്സ് ആണ് 3ാമത്തെ പാതാള നഗരം. ഒരു കാലത്ത് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡിന്റെ ആസ്ഥാനമായിരുന്ന ഈ ഭൂഗർഭ സൗകര്യം അമേരിക്കയ്ക്കും കാനഡയ്ക്കും മുകളിലുള്ള വ്യോമാതിർത്തിയുടെ പ്രതിരോധം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചത്. ഒരു ആണവാക്രമണത്തെ നേരിട്ട് പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. വിപുലമായ ആശയവിനിമയ സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സൈറ്റ് COOP പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ബാക്കപ്പ് കേന്ദ്രമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓരോ വർഷവും ഈ ബങ്കറുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലോകം ആണവ സ്ഫോടനങ്ങളിൽ കരിഞ്ഞു പോകുമ്പോൾ ഭരണാധികാരികൾ മാത്രം ഇത്തരം സുരക്ഷിത ഇടങ്ങളിൽ അഭയം തേടുന്നത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നുണ്ട്. ആകാശത്ത് മിസൈലുകൾ ഗർജിക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് എവിടെയും പോകാനുണ്ടാവില്ല. എന്നാൽ ട്രംപിനെ പോലെയുള്ളവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കി നിർമ്മിച്ച ഈ ബങ്കറുകൾ ഭരണ തുടർച്ച ഉറപ്പാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഭരണകൂടം നിലനിൽക്കണമെങ്കിൽ ഭരണാധികാരി സുരക്ഷിതനായിരിക്കണമെന്ന US സൈനിക സിദ്ധാന്തമാണ് ഇതിനു പിന്നിൽ. പക്ഷേ ഭൂമിയിൽ മനുഷ്യൻ ശേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ ഭരിക്കാനാണ് ഇവർ ഈ ബങ്കറുകളിൽ അഭയം തേടുന്നത് എന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. ട്രംപിന്റെ പാതാള നഗരങ്ങൾ വെറുമൊരു ഒളിത്താവളമല്ല, അത് ലോകത്തിന്റെ നാശത്തിനിടയിലും അധികാരം നിലനിർത്താനുള്ള അമേരിക്കയുടെ വാശിയാണ്. മൗണ്ട് വെതറും റെവൻ റോക്കും ചെയ്യൻ മൗണ്ടനും ഇന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളായി മാറുന്നത് യുദ്ധം പടിവാതിൽക്കൽ എത്തിയതുകൊണ്ടാണ്. ആണവശൈത്യം ലോകത്തെ മൂടുമ്പോഴും മലനിരകൾക്കുള്ളിൽ ട്രംപ് സുരക്ഷിതനായിരിക്കുമെന്നത് കൗതുകകരവും അതേസമയം ഭയാനകവുമായ സത്യമാണ്. മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുകയും അതേ ബുദ്ധി ഉപയോഗിച്ച് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബങ്കറുകൾ പണിയുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. ആകാശത്ത് അഗ്നി പെയ്യുമ്പോൾ ഈ മലനിരകൾക്കുള്ളിലെ രഹസ്യങ്ങൾ അമേരിക്കയെ എത്രത്തോളം തുണയ്ക്കുമെന്ന് കാലം തെളിയിക്കും.